അതൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്നേ. അതൊന്നും പേടിക്കണ്ട. എല്ലാം ശരിയാ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമില്ലേ, നമ്മൾ ചടങ്ങ് വെച്ചേക്കുന്നത് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഒരു 3 മണിക്കാ ചടങ്ങ് വെച്ചേക്കുന്നത്. അപ്പൊ അതനുസരിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാനിന്ന് ഇന്നലെ പറഞ്ഞൊരു ലിസ്റ്റൊക്കെ തന്നല്ലോ, അതൊക്കെ തയ്യാറാക്കി വെക്കണം. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. എല്ലാം കൃത്യമായിരിക്കണം. നമുക്കൊരു വീഴ്ചയും ഇതിനകത്ത് വരാൻ പാടില്ല കേട്ടോ. കാര്യം മക്കളൊന്നും സ്ഥലത്തില്ലാത്ത കേസായത്. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ ഓക്കെ, ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. അവസാന സമയത്ത് ഞങ്ങളൊക്കെ അടുത്തുണ്ടായിരുന്നു. അമ്മ ഞങ്ങളെ അന്വേഷിച്ചായിരുന്നോ? അങ്ങനെ വിശേഷിച്ചൊന്നും അന്വേഷിച്ചില്ല. മക്കളെ കാണാത്തതിൽ വിഷമമുണ്ടെന്നും തോന്നിയില്ല. ഏതായാലും വീടിന്റെ താക്കോൽ അളിയനെ ഏൽപ്പിച്ചത് നന്നായി. ബോഡി കൊണ്ടുവരാനും മറ്റൊരുക്കങ്ങൾക്കും ഒക്കെ എളുപ്പമായി. മെമ്പർ അകത്തുണ്ട്. ഞങ്ങൾ ഇന്നലെ പാതിരാത്രി കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ. ലൈവ് സ്ട്രീമിംഗ് ഒക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ? ഉവ്വ ഉവ്വ. ഫ്ലൈറ്റ് റൈറ്റ് ടൈമായിരുന്നോ? ഒറ്റയ്ക്കാണോ എത്തിയത്? കുട്ടികൾക്ക് പരീക്ഷാക്കാലമാണ്. അവർ ലൈവ് സ്ട്രീമിംഗ് കണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചോളൂ. വൈക്കരി ഓൺലൈനിലിടുന്ന കാലമാണ്. ഞങ്ങൾ ഒരുവിധ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കഴിഞ്ഞു. ബോഡി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. അല്ല, എന്തെങ്കിലും അത്യാവശ്യമുണ്ടായിട്ടാണോ തിരക്കിട്ട് വന്നത്? മെമ്പറെ, ഒരു സംശയം. ഇപ്പോൾ മൊബൈൽ മോർച്ചറിയിലിരിക്കുന്ന ബോഡി അമ്മയുടേത് തന്നെയാണോ എന്നൊരു സംശയം. UK യിൽ നിന്നും കാനഡയിൽ നിന്നും ലൈവ് സ്ട്രീമിംഗ് കണ്ട് വിളിച്ചവരാ ആദ്യം സംശയം പറഞ്ഞത്. ഞങ്ങളുടെ അമ്മ കറുത്ത് ചടച്ചതായിരുന്നല്ലോ. വെയിൽ കൊള്ളണ്ട, കയറി നിൽക്കാം. അത് 5-6 വർഷം മുമ്പല്ലേ. നോക്കാൻ ആരുമില്ലായിരുന്നപ്പോൾ ഞാനും മറ്റും ചേർന്നാണല്ലോ അനാഥാലയത്തിൽ കൊണ്ടാക്കിയത്. അനാഥാലയത്തിലല്ല, വൃദ്ധസദനത്തിൽ. അതും കിട്ടാവുന്ന ഏറ്റവും നല്ല വൃദ്ധസദനത്തിൽ. മാസാമാസം ചിലവിനുള്ള കാശൊക്കെ നിങ്ങൾ അയച്ചു കൊടുത്തു. അപ്പേ നിങ്ങൾ അമ്മയെ കണ്ടിട്ട് എത്ര വർഷമായി? ഒരു 7-8 വർഷമായി കാണും. ഇടയ്ക്ക് ലീവിന് വന്നില്ലായിരുന്നോ? ലീവിന് വന്നിരുന്നു, പക്ഷേ വൃദ്ധസദനത്തിൽ പോകാൻ സമയം കിട്ടിയില്ല. ഈ 7-8 വർഷം കൊണ്ട് അമ്മ അങ്ങ് സുന്ദരിയായി. അത്രയും വിചാരിച്ചാൽ മതി. അതെ, അത്രയും വിചാരിച്ചാൽ മതി. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം.